ഹേയ് ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോവാണ്, ഇറ്റലിക്ക് പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? തികച്ചും വ്യത്യസ്തമായ ലുക്കാണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്, അറിയാലോ. ഡിസംബർ മാസമൊക്കെ ആയി, കൊടും തണുപ്പിലോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇതൊക്കെ വേണം, കുറച്ച് എന്താ പറയുക, കുറച്ച് ഓവറായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്നതുപോലത്തെ സാരം. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുകയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തോടെ ട്രാവൽ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ യൂറോപ്പിൽ വന്നിട്ടുള്ള ആദ്യം 2 സോളോ ട്രിപ്പാണ്. കാരണം ഞാൻ നിൽക്കുന്ന സിറ്റിയിൽ നിന്നാണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ളതുകൊണ്ട് എനിക്കൊരിക്കലും പുറത്ത് പോയി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ബസ്സിൽ പിന്നെ കയറുന്നുള്ള ഒക്കെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ ട്രെയിനിൽ കയറാൻ പോണേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മണ്ടത്തെ ഉണ്ടാകുമോ ഒന്നും അറിയില്ല. കാരണം നമ്മുടെ നാട്ടിലായിട്ട് നമുക്ക് ഇഷ്ടം, നമുക്ക് ഭാഷയിലങ്ങ് നമ്മുടെ ഭാഷയിലങ്ങ് സംസാരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ അയ്യോ എന്താവും, അവർക്ക് മനസ്സിലാവോ അറിയത്തില്ല, എന്താവുമെന്ന് അറിയത്തില്ല. എന്തൊക്കെ പറയലേ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരാഴ്ച ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഈ ഒരു സോളോ ട്രിപ്പിലുള്ള എന്താണ് തികച്ചും വ്യത്യസ്തമായ കുറേ മണ്ടത്തരങ്ങളും എൻ്റെ കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അടുത്തിട്ട് എത്തുമെന്ന് എനിക്കറിയാം. സോ പറയാൻ പറ്റില്ല, എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഫുൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ബസ് കയറി പോകുന്ന ഞാൻ ഓർത്തുകൊണ്ട് ഇവിടുത്തെ ഓണർ പറഞ്ഞു വേണ്ട, പുള്ളി കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്ര എളുപ്പമായില്ലേ ഇത്. അപ്പോൾ ഇനി ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള വീഡിയോ. ഓക്കെ, വെയിറ്റിംഗ്. ഹായ് ഹലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ അങ്ങനെ കണ്ടുപിടിച്ചു. പുള്ളിയോട് പറഞ്ഞു നമുക്ക് കൊണ്ടുവരാമെന്ന്. പുള്ളി പറഞ്ഞാൽ ഇല്ല, ഒറ്റയ്ക്ക് പോയി പഠിക്കണം, ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചു. ഇനി ട്രെയിൻ വരേണ്ട താമസമുള്ളൂ. ട്രെയിൻ ഇപ്പോൾ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒന്നും അറിയില്ല, എക്സൈറ്റഡ് ആയിട്ട് വയ്യ പണ്ടാരടങ്ങാനായിട്ട്. എക്സൈറ്റഡ് അല്ല, എന്തോ ഒരു വെപ്രാളമാണ് അങ്ങോട്ട്. ഓക്കെ, ഇനിയും ഞാൻ ട്രെയിനിലൊക്കെ കയറിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിടുന്നതായിരിക്കും. എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല. ഗൈസ്, അങ്ങനെ ബാനോഫിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് 8:04 എൻ്റെ ട്രെയിൻ. അങ്ങനെ ന്യൂൺബർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി എൻ്റെ ചേച്ചിനെ വിളിക്കണം. ചേച്ചിനെ അപ്പോൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ബൈ ആണ്. ഇത് നമ്മൾ വിചാരിക്കും കറക്റ്റ് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കില്ല. പക്ഷേ ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഈ സത്യം പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. വെച്ചാൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ നമുക്ക് നടക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ്. സോ സേഫാണ്. നോക്കിക്ക് എന്ത് ക്ലീനാണ്, നീറ്റായിട്ട്. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആകും പോലെ ആർക്കെങ്കിലും തോന്നുന്നു? ഇല്ല. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇനി എൻ്റെ വഴി തപ്പട്ടെ. ഓക്കെ ഗൈസ്, ഹലോ. അപ്പോൾ നമ്മൾ ഫ്ലിപ്ബൂസ് വെയിറ്റിംഗ് സ്ഥലത്ത് നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ടൈം എടുക്കും. കാരണം എനിക്ക് 10:45 സത്യം പറഞ്ഞാൽ ബസ്. ഇപ്പോൾ ഇവിടെ 9:22 ഉള്ളൂ. ഇഷ്ടംപോലെ ടൈം. ബസ് വരാൻ കുറേ സമയമുണ്ടേ. ഇവിടെയാണ് ഇരിക്കാൻ പോലും ഞാനൊരു സീറ്റ് പോലും കണ്ടിട്ടില്ല. കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ന്യൂൺബർഗിൽ ഒറ്റയ്ക്ക് വന്നേ. അല്ലാത്തപ്പോൾ ഫാമിലിയോടെ കാറിന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല. ഇന്ന് സുഖിച്ചിരുന്ന് വരാം. പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ട്രെയിനിലാണെങ്കിലും ചടയെന്നെത്തി. സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ, ട്രെയിനിലാണെങ്കിലും ബസ്സിലൊക്കെ പോകുമ്പോൾ ഇതെന്താ ഇന്ന് വല്ല എത്തുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ബോർഡ്. പക്ഷെ ഇത് പെട്ടെന്ന് എത്തിയ പോലെയൊക്കെ. ബാക്കി ബസ് വരുമ്പോൾ അതുപോലെ ഇങ്ങനെ ബോറടിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കാന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി.
ട്രെയിനിൽ കയറുന്നൊക്കെ വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ ലഗേജും എല്ലാം ഫോണും കൂടി പിടിച്ചിട്ട് ഇടാനുള്ളൊരു എടുക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ചേച്ചിയെ മീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി മെഗ്ഡിയിൽ വന്നേക്കാണ്. കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എൻ്റെ ചേച്ചി താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ മിസ്സിങ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെല്ലാം അടുത്ത വീഡിയോയിൽ നികത്തുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ റോമിൽ പോകും, മെയിൻ സിറ്റിയിലോട്ട് നമ്മൾ അടുത്ത ദിവസം പോകും. അപ്പോൾ പൊളിച്ച് ഓരോന്ന് തരും. ഞാൻ എന്തായാലും എൻ്റെ ചേച്ചിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവളങ്ങനെ വീഡിയോയിലൊന്നും വരുന്നൊരു ടൈപ്പല്ല. കാണിച്ചു തരാം. ഇരിക്കുന്നതാണ് എൻ്റെ ചേച്ചി. എന്തായാലും റോമി വന്നിട്ടുള്ള വീഡിയോയിലെല്ലാം അവളെന്തായാലും ഉണ്ടാവും.